എടാ സുന്ദര അയ്യോ എടാ പൊട്ടി മോൾ നിന്നെ പറഞ്ഞ ഒരു കാര്യമില്ല. കഴുതയുടെ മോൾ നിനക്കൊക്കെ തീറ്റ വരുന്ന നേരം കൊണ്ട് 2 വാഴ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഒന്നും പറയാനില്ല കേട്ടാ. കള്ള ഹിമാറെ ചേട്ടാ കള്ളപ്പുള്ള അന്നെ നമ്മൾ വിടൂല. എന്ത് തീരുമാനിച്ചാണ് എന്റെ വെപ്പ്? ഇന്ന കയ്യിൽ നിന്ന് വാങ്ങിയ കായ് നമുക്ക് ഇപ്പൊ കിട്ടണം. ഭഗവതി ഈ ബാധയെ ഒഴിപ്പിക്കാൻ എന്തൊരു മാർഗം? അതേനാ ഞാൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കണേ. ഒന്നുകിൽ എന്റെ മയ്യത്ത് രണ്ടും നമുക്ക് പുറത്തു വെച്ചാക്കാം കേട്ടോ. എന്ത് പുറത്തു വെച്ചാ ഞാൻ എന്തായാലും വിചാരിച്ചേ ഞാനൊരു പമ്പര വിറ്റാണെന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. വിട്ടിയാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ പമ്പരമാണെന്ന് എനിക്കറിയില്ല. എന്നെ തനിക്ക് തെറ്റി. സദ്ദാം ഹുസൈന്റെ ബാപ്പ മുത്തുപട്ടർ വിചാരിച്ചിട്ട് പോലും എന്നെ ഒതുക്കാൻ പറ്റിയിട്ടില്ല. അത് അപ്പൊ പട്ടറുമായിട്ടുള്ള ബിസിനസ്സും പൊളിഞ്ഞോ? പൊളിക്കും, എല്ലാം പൊളിക്കും ഞാൻ. വിശ്വാസവഞ്ചന, ആൾമാറാട്ടം എന്നിവയെല്ലാം കാണിച്ച് തന്നെ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് അകത്താക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഞാനത് ചെയ്യൂല. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ഒരു അവസ്ഥയിലാണ് ഞാൻ അറ്റ കൈ പ്രയോഗിച്ചത്. ആരെയും വഞ്ചിക്കണമെന്നുള്ള ഉദ്ദേശം എനിക്കില്ല. ഈ ബംഗ്ലാവ് വിറ്റിട്ടാണെങ്കിൽ പോലും സാറിന്റെ പണം ഞാൻ മടക്കി തരും. അങ്ങനെ വഴിക്ക് വാ. ഈ ബംഗ്ലാവ് വിൽക്കാൻ തനിക്കെന്ത് അവകാശം? ഈ ബംഗ്ലാവ് തന്റെയാ? അല്ല, എന്റെ അല്ല. ഇറക്കല്ലേ, വേല ഇറക്കല്ലേ, എന്റെ അടുത്ത് വേല ഇറക്കല്ലേ. നമ്മളെല്ലാം അറിഞ്ഞിട്ടല്ല വന്നിരിക്കണേ. 24, 24 എത്രയാണ്? 38. പോരാ, 48 മണിക്കൂറിനുള്ളിൽ എന്റെ കായ് തന്നിട്ടില്ലെങ്കിൽ താനും തന്നെ കുടുംബം അതെ ഓലത്തും ഈ കമ്പൗണ്ടിലിട്ട് വളർത്തും. കാണിച്ചരാ, ഓർമ്മിരിക്കട്ടെ. സുന്ദരൻ, സുന്ദര എവിടാനാണ് കിടക്കണേ? അത് പിന്നെ അച്ഛന്റെ മോനല്ലേ, എന്നോടത്ത് കിടക്കാനൊന്നുമില്ലല്ലോ. കിടന്ന അതെ, അച്ഛനോട് പോയി പറയും വാങ്ങിയ കാശ് തരാൻ. സുന്ദര, കാറ്റ് പോയ വയ്യന്റെ വടിയായോ? എന്താ ചെയ്യ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി. എന്തുപോലെ നടന്നൊരു പയ്യനാണ്. അതെ, അതിപ്പോ ശവത്തിനോട് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ശവോ ഇറങ്ങി പോയാർന്ന് ഞമ്മക്ക് ഇതുള്ള കാശെന്നാ പോയിക്കോളാം. മനുഷ്യൻ സമാധാനമായിട്ടൊന്ന് ശവാസനം ചെയ്യാൻ സമ്മതിക്കൂലേ? നിന്റെ ഒരു ആസനം കാരണം ബാക്കിയുള്ളവർ നാറി പോയില്ലടാ. എടോ പിള്ളേ, എനിക്ക് പോണം, മര്യാദക്ക് കാശെടുക്ക്. മാമുക്ക, അച്ഛനെ ശല്യപ്പെടുത്തരുത്. അച്ഛന് ഇപ്പൊ ആസനത്തിലാണ്. അച്ഛനുണ്ട് ആസനം. എന്താസനം? മൗനാസനം. എവിടെ? അതെ, മകൻ ശവാസനം, അച്ഛൻ മൗനാസനം. ഞാൻ ഇനി ഏത് ആസനത്തിലേക്കാണ് എന്റെ കാശ് ഇട്ടാൻ പോണ്ടത്? അയ്യോ ഇക്ക, അത് പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങള്. എടോ പിള്ളേ, ഞാൻ പോയിന്ന് കരുതണ്ട. തന്റെ ആസനമൊക്കെ ഒരു ദിവസം തീരുമല്ലോ, അപ്പൊ തന്നെ കണ്ടോളാം, സൂക്ഷിച്ചോ. സ്വന്തം തന്റെ പേരിൽ പറയാണ്. ഈ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് അധികകാലം ജീവിക്കാന്ന് കരുതണ്ട. നീ ഒന്നേ സ്വസ്ഥമായിട്ട് ഈ ശവം ഒന്ന് ആസനം ചെയ്തോട്ടെ. ശവാസനൻ. നീ വാ. ഹലോ, റോക്കി സാറും മനുഷ്യച്ച് പുറത്തു പോയി. അച്ഛനും അമ്മയും അമ്മയുടെ വീട്ടിൽ പോയി. ശശാങ്കേട്ടനാണല്ലേ? ശരി, അവര് വന്ന വിളിക്കാൻ പറയാട്ടോ. ഇതുങ്ങളൊക്കെ എവിടെ പോയി കിടക്കും? ഇനി TV വെക്കാം, നല്ല തമാശ സീരിയൽ കാണും. സമയം പോക്കിന് TV വെക്കാന്ന് വെച്ചാലോ, അതിനകത്ത് ഒടുക്കത്തെ പ്രേത സീരിയല്.
ഒരു പ്രേതം ഒരു പ്രേതം അല്ല ഒരു സോഡ സോഡ എടാ ഹരി എടാ ഹരി നമ്മൾ തമ്മിൽ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ നിനക്ക്? 5-6 മാസമായി ഞാനിവിടം വിട്ടിട്ട്. പിന്നെ എങ്ങനെ കാണാനാ? നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ല. ആ അത് ശരിയാ. നിനക്ക് എന്താ സുന്ദര പറ്റിയത്? ഒന്നും പറയണ്ട, ആ റോക്കി സാറിന്റെ ബംഗ്ലാവ് കത്ത പുകയാ. അതെന്താ തീ പിടിച്ചാ? അതല്ലടാ, ആ ബംഗ്ലാവ് മുഴുവൻ പ്രേതത്തിന്റെ ശല്യം കാരണം മനസ്സമായിട്ട് തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാമോ? ഇനി സമാധാനമായിട്ട് TV വെക്കാന്ന് വെച്ചാലോ? അതിനകത്ത് മുഴുവൻ 7 പാല 10 പാല തുടങ്ങിയ ഒടുക്കത്തെ പ്രേത സീരിയൽ. ഇങ്ങനെ പോയാൽ ഞാനെന്ത് ചെയ്യും എന്റെ ദൈവമേ? ചേട്ടാ, ഇതൊക്കെ വേറെ അന്ധവിശ്വാസമല്ലേ? ഈ 21-ാം നൂറ്റാണ്ടിൽ നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ല. ആട്ടെ, എന്താ നിന്റെ പരിപാടി? ഞാനിവിടെ വല്ലയിടത്തും കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. അയ്യോ, നീ എന്തിനാ വഴി കിടക്കുന്നത്? നിനക്ക് എന്റെ വീടില്ലേ? നമുക്ക് 2 സ്മോളൊക്കെ അടിച്ച് സംസാരിച്ചിരിക്കാം. സ്വന്തം വീടാന്ന് കരുതി. അത് കൊള്ളാം, അത് കൊള്ളാം. താഴേട്ടാ സ്വർണ്ണ കാശി ബാക്കി വെച്ചോ. വാ, ഇതാണ് എന്റെ വീട്. അല്ല, നിന്റെ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യേ? എന്താടാ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അമ്മ മരിച്ചതിന് ശേഷം അച്ഛനാകെ തകർന്നു പോയി. ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് കടം കയറിയപ്പോ ഒരു ദിവസം അച്ഛൻ അച്ഛാന്ന് വിളിച്ച് കൊതി തീർന്നിട്ടില്ലടാ. ആ റൂമിൽ കിടന്ന അച്ഛൻ വിഷം കഴിച്ച് മരിച്ചത്. നോക്കടാ, അതാ അച്ഛന്റെ ഫോട്ടോ. അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്ക് ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് എന്റെ രാധമോളായിരുന്നു. രാധയും രാമുമായിട്ടുള്ള പ്രേമം നിനക്കറിയാലോ. അവൻ എന്റെ പെങ്ങളെ ചതിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചു. അവന്റെ കല്യാണത്തിന്റെ അന്ന് എന്റെ രാധമോള് ആ മുറിയിലാ കെട്ടി തൂക്കിയത്. നീ ആ ഫോട്ടോയിലൊക്കെ ഒന്ന് നോക്കി. ഇപ്പോഴും എന്നെ കൊച്ചേട്ടാന്ന് വിളിക്കുന്ന പോലെ തോന്നും. ആ, നീ ആകെ പേടിച്ചു പോയല്ലേ? ഞാൻ നിന്റെ സകല മൂടും കളഞ്ഞു. ആ, പിന്നെ ഇതാണ് എന്റെ ഫോട്ടോ. എന്താണ് നീ നോക്കുന്നത്? മരിച്ചവർ ഇതുവരെ കാണാത്ത പോലെ.